വർഷങ്ങളുടെ മൗനം ഭേദിച്ച് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എ.കെ. ആന്റണി തലസ്ഥാനത്തെ ഇന്ദിരാഭവനിൽ മൈക്കിന് മുന്നിലെത്തിയപ്പോൾ പ്രതിപക്ഷ നിര ഒന്നടങ്കം പ്രതീക്ഷിച്ചത് ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കുമെന്നാണ്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ആന്റണി തൊടുത്തുവിട്ട വാക്കുകളുടെ അസ്ത്രങ്ങൾ ചെന്ന് തറച്ചത് എതിരാളികളുടെ പാളയത്തിലായിരുന്നില്ല, മറിച്ച് സ്വന്തം പാർട്ടിയുടെയും നേതാക്കളുടെയും ദുർബലമായ നെഞ്ചകത്തായിരുന്നു. ഒരു ദശാബ്ദത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം കേരളത്തിലെ കോൺഗ്രസ് എത്രത്തോളം ദുർബലവും ദിശാബോധമില്ലാത്തതുമായ ഒരു പാർട്ടിയാണ് എന്ന് തുറന്നുകാട്ടുന്ന ഒരു എക്സ്റേ റിപ്പോർട്ടായി മാറി. പാർട്ടിയെ രക്ഷിക്കാനെത്തിയ രക്ഷകൻ, പാർട്ടിയുടെ ദയനീയാവസ്ഥയ്ക്ക് സ്വയം സാക്ഷ്യപത്രം നൽകുന്ന ദുരന്ത കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. പത്രസമ്മേളനത്തിന്റെ കാതൽ ആന്റണിയുടെ ആത്മനൊമ്പരമായിരുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭരണപക്ഷവും തന്റെ ഭരണകാലത്തെ മുത്തങ്ങ ശിവഗിരി സംഭവങ്ങളുടെ പേരിൽ കടന്നാക്രമിച്ചപ്പോൾ സഭയ്ക്കകത്തുണ്ടായിരുന്ന സ്വന്തം സഹപ്രവർത്തകരാരും ഒരു വാക്കുപോലും ഉരിയാടിയില്ലെന്ന ആന്റണിയുടെ പരിഭവം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കഴിവുകേടിന് അടിവരയിടുന്നതായിരുന്നു. അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വിരൽ ചൂണ്ടിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ വൻമരങ്ങൾ ഉൾപ്പെടുന്ന നേതൃനിരയുടെ നിസ്സംഗതയ്ക്കും നിഷ്ക്രിയത്വത്തിനും നേരെയാണ്. സ്വന്തം പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവും 3 തവണ മുഖ്യമന്ത്രിയും രാജ്യത്തെ ദീർഘകാല പ്രതിരോധ മന്ത്രിയുമായിരുന്ന ഒരാളെ നിയമസഭയിൽ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാൻ ഒരു പടയാളി പോലും ഇല്ലാത്ത പ്രതിപക്ഷം എന്തു പ്രതിപക്ഷമാണ്? കോൺഗ്രസിന്റെ ആയുധപ്പുര ശൂന്യമാണെന്നാണോ എന്നാണ് ആന്റണി പറയാതെ പറഞ്ഞത്. ഭരണപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ നാവ് ഇറങ്ങിപ്പോയത് അവർക്ക് ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണോ, അതോ ആന്റണിയെ ഒറ്റപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു? ഈ ചോദ്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ ഒരു ആഭ്യന്തര കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞു. ആന്റണിക്ക് സ്വയം പ്രതിരോധിക്കാൻ പത്രസമ്മേളനം വേണ്ടി വന്നു എന്നത് നിലവിലെ നേതൃത്വത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്നതും രാഷ്ട്രീയ കേരളം പലതവണ ചർച്ച ചെയ്ത് തള്ളിയിട്ടുള്ളതുമായ മുത്തങ്ങ ശിവഗിരി പോലീസ് നടപടികളിൽ ആന്റണി ഖേദം പ്രകടിപ്പിച്ചു. അധികാരത്തിലിരിക്കുമ്പോൾ അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ഏറ്റുപറച്ചിൽ കോൺഗ്രസിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത്. സ്വന്തം ഭരണകാലത്തെ തെറ്റുകൾ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പരസ്യമായി സമ്മതിക്കുമ്പോൾ അത് ഭരണപക്ഷത്തിന് വീണ് കിട്ടിയ വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറി. എന്തു തന്നെയായാലും ഫലം ഒന്നായിരുന്നു. കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഉയർത്തിയ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട കോൺഗ്രസിന് ഇപ്പോൾ ആന്റണിയുടെ ഖേദപ്രകടനത്തെയും ന്യായീകരിക്കേണ്ട ഗതികേടിലാണ്. ആന്റണി ശിവഗിരിയിലെ ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ടും മുത്തങ്ങയിലെ CBI റിപ്പോർട്ടും പുറത്തുവിടാൻ ആവശ്യപ്പെട്ടത് ഒരു പ്രത്യാക്രമണത്തിനുള്ള ശ്രമമായിരുന്നെങ്കിലും സ്വന്തം പാളയത്തിൽ നിന്നുള്ള പിന്തുണയില്ലാതെ അത് ദുർബലമായ ഒരു വെല്ലുവിളി മാത്രമായി ഒതുങ്ങി. പത്രസമ്മേളനത്തിലെ ഏറ്റവും സ്ഫോടനാത്മകമായ പ്രഖ്യാപനം ഒരുപക്ഷെ അതായിരിക്കാം. എനിക്കിപ്പോൾ 85 വയസ്സായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോയിട്ടില്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചില കാര്യങ്ങൾ തുറന്നു പറയും. മാധ്യമപ്രവർത്തകരും മറ്റും തന്റെ ജീവിതം എഴുതാൻ സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ആർക്കുള്ള മുന്നറിയിപ്പാണ്? പാർട്ടിക്കുള്ളിലെ തന്നെ ചില നേതാക്കളുടെ നെഞ്ചിൽ ഭയത്തിന്റെ ഇടിമുഴക്കമുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രഖ്യാപനമാണിത്. ഇഷ്ടപ്പെടാത്ത എന്ത് സത്യങ്ങളാണ് ആന്റണിയുടെ ഓർമ്മകളുടെ താളുകളിൽ കുറിച്ചു വെച്ചിരിക്കുന്നത്? സ്വന്തം രാഷ്ട്രീയ വളർച്ചയ്ക്കായി ആരൊക്കെയാണ് അദ്ദേഹത്തെ ഉപയോഗിച്ചത്? ആരൊക്കെയാണ് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയത്? ആരുടെയൊക്കെ വളർച്ചയുടെ രഹസ്യങ്ങളാണ് ആന്റണിയുടെ കൈവശമുള്ളത്? ഒരു ആത്മകഥയിലൂടെയോ തുറന്നു പറച്ചിലൂടെയോ നിലവിലെ പല നേതാക്കളുടെയും രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്ന പരോക്ഷമായ ഭീഷണിയാണോ ആന്റണി മുഴക്കിയത്? ഈ പ്രസ്താവനയിലൂടെ തന്നെ എഴുതിത്തള്ളാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരാളുടെ മൂർച്ചയേറിയ വാക്കുകളായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മകൻ അനിൽ ആന്റണി BJPയിൽ ചേർന്നപ്പോൾ കോൺഗ്രസ് ആണ് എന്റെ മതം എന്ന് പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പിൽ സ്വന്തം മകൻ തോൽക്കണമെന്ന് പരസ്യമായി പറയുകയും ചെയ്ത നേതാവാണ് എ.കെ. ആന്റണി. എന്നാൽ ഇന്ന് തന്റെ മതത്തിൽ നിന്ന് അദ്ദേഹം തന്നെ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. മകന്റെ രാഷ്ട്രീയ മാറ്റം കാരണം പാർട്ടി അദ്ദേഹത്തെ അകറ്റി നിർത്തുകയാണോ, അതോ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിലുള്ള കടുത്ത നിരാശയാണോ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നത്? സ്വന്തം മകനെ പോലും നിയന്ത്രിക്കാൻ കഴിവില്ലാത്തയാൾ എന്ന രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ വിമർശനങ്ങൾ ഒരു വശത്ത്, പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടു പോയ കാർണവർ എന്ന ദുരന്ത ചിത്രം മറുവശത്ത്. ഈ 2 ചിത്രങ്ങളും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നേരിടുന്ന ആഴമേറിയ പ്രതിസന്ധിയുടെ നേർക്കാഴ്ചകളാണ്. എ.കെ. ആന്റണിയുടെ പത്രസമ്മേളനം കൊണ്ട് ആത്യന്തികമായി നേട്ടമുണ്ടാക്കിയത് ആരാണ്? ഉറപ്പായും അത് കോൺഗ്രസ് അല്ല. സർക്കാരിനെതിരെ പ്രതിപക്ഷം ദുർബലമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദങ്ങൾക്ക് അടിവരയിടുകയാണ് ആന്റണി ചെയ്തത്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത, നേതൃത്വത്തിന്റെ കഴിവുകേട് എന്നിവയെല്ലാം
പൊതുസമൂഹത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തുറന്നു കാട്ടപ്പെട്ടു. സ്വയം ന്യായീകരിക്കാൻ നടത്തിയ ഒരു ശ്രമം സ്വന്തം പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറി എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. AK ആന്റണി എന്ന അതികായൻ ഇന്ദിരാഭവനിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ ഒരു ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്. ഈ പത്രസമ്മേളനം കേരളത്തിലെ കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് കാരണമാകുമോ അതോ അതിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പക്ഷെ ഒന്നുറപ്പാണ്, ആന്റണി കൊളുത്തിയ ഈ തീപ്പൊരി ഒരു കാട്ടുതീയായി പടരാനുള്ള എല്ലാ സാധ്യതയും കോൺഗ്രസിന്റെ ദുർബലമായ അകത്തളങ്ങളിലുണ്ട്.